PSC വിന്നേഴ്സിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്നലെ നോക്കിയ 40 ക്വസ്റ്റ്യൻ്റെ ബാക്കി ക്വസ്റ്റ്യനാണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം 41. 42, രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? ഓപ്ഷൻ ഡി ആണ് വയനാട്. 43, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി പള്ളിവാസൽ. 44, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഓപ്ഷൻ സി ആണ് ലാറ്ററൈറ്റ് മണ്ണ്. 45, റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം? ഓപ്ഷൻ എ ആണ് പറമ്പിക്കുളം. 46, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. 47, കേരളത്തിൽ ആകെയുള്ള ലോകസഭാ സീറ്റുകൾ എത്ര? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത് 20. 48, കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആര്? 48, ഓപ്ഷൻ ബി ആണ് റോഷി അഗസ്റ്റിൻ. 49, 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 49, ഓപ്ഷൻ എ ആണ് 5. 50, കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? 50, ഓപ്ഷൻ ഡി ആണ് ശ്രീനാരായണ ഗുരു. 51, കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ട വർഷം? 51, ഓപ്ഷൻ സി ആണ് 1861. 52, പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? 52, ഓപ്ഷൻ സി ആണ് ജവഹർലാൽ നെഹ്റു. 53, തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തതേത്? 53, ഓപ്ഷൻ ഡി ആണ് കീഴരിയൂർ ബോംബ് കേസ്. 54, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? 54, ഓപ്ഷൻ എ ആണ് TK മാധവൻ. 55, 1817 ഗൗരി പാർവതി ബായ് പുറപ്പെടുവിച്ച വിളംബരത്തിൽ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? 55, ഓപ്ഷൻ ഡി ആണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. 56, യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയതാര്? 56, ഓപ്ഷൻ ബി ആണ് VT ഭട്ടതിരിപ്പാട്. 57, 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയമേത്? 57, ഓപ്ഷൻ സി ആണ് ജനസംഖ്യാനുപാത സംവരണം. 58, മലയാള ഭാഷയിൽ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? 58, ഓപ്ഷൻ ബി ആണ് അർണോസ് പാതിരി. 59, 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചതാര്? 59, ഓപ്ഷൻ സി ആണ് വേലുത്തമ്പി ദളവ. 60, 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏത്? ഓപ്ഷൻ എ ആണ് ആലപ്പുഴ. 61, ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? 61, ഓപ്ഷൻ സി വാൾട്ടർ ജി റോസൻ. 62, അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏത്? 62, ഓപ്ഷൻ എ ആണ് പ്ലാസൻ്റ. 63, കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത്? 63, ഓപ്ഷൻ ഡി ആണ് സ്ക്ലീറൻകൈമ. 64, ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഭാഗം ഏത്? ഓപ്ഷൻ ബി ആണ് വില്ലസുകൾ. 65, വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ? 65, ഓപ്ഷൻ സി ആണ് വൃക്കാധമനി. 66, നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1, കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സീറോഫ്താൽമിയ. 2, വിറ്റാമിൻ ബിയുടെ കുറവ് നിശാന്തതയ്ക്ക് കാരണമാകുന്നു. 3, കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. 4, കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. 66, ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം 3ഉം 4ഉം. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ, കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. 67, ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം? 67, ഓപ്ഷൻ സി ആണ് മൊനീറ. 68, ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകളുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? 68, ഓപ്ഷൻ ഡി ആണ് സൊമാറ്റോട്രോപ്പിൻ. 69, കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1, കോശശ്വസനത്തിൻ്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ചും രണ്ടാം ഘട്ടം റൈബോസോമിൽ വെച്ചും നടക്കുന്നു. 2, ആദ്യഘട്ടമായ ഗ്ലൈക്കോളിസിസ് ഓക്സിജൻ ആവശ്യമാണ്. 3, ഗ്ലൈക്കോളിസിസിൽ ഫലമായി 28 ATP തന്മാത്രകൾ ഉണ്ടാവുന്നു.
4 ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പെർവിക് ആസിഡായി മാറുന്നു. 69 ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. 4 മാത്രം ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പെർവിക് ആസിഡായി മാറുന്നു. 70 വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? ഓപ്ഷൻ ബി ആണ് കണ്ണ്. 71 ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്ത്? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. 72 ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനം ഏത്? ഓപ്ഷൻ ബി ആണ് സമ്പുഷ്ട യുറേനിയം. 73 വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം? ഓപ്ഷൻ ഡി ആണ് 4 മടങ്ങാകും. 74 കൂട്ടത്തിൽ പെടാത്തതേത്? 74 ഓപ്ഷൻ സി ആണ് വേഗം. 75 അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? 75 ഓപ്ഷൻ ബി ആണ് ബാരോമീറ്റർ. 76 ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? 76 ഓപ്ഷൻ ഡി ആണ് ന്യൂട്രോണിനെ കണ്ടെത്തി. 77 റബ്ബറിൻ്റെ മോണോമർ? 77 ഓപ്ഷൻ ബി ആണ് ഐസോപ്രീൻ. 78 റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത്? ഓപ്ഷൻ സി ആണ് ഹെൻറി ബെക്കറൽ. 79 ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരിനാണ്? ഓപ്ഷൻ ഡി ആണ് അലൂമിനിയം. 80 ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ്? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത് ഐസോബാറുകൾ.